രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അച്ഛന്റെ പ്രതിജ്ഞയെ ഒരു കുറവും കൂടാതെ പാലിക്കുന്നവനായിട്ട് ഞാനിതാ കാനനത്തിലേക്ക് പോകുന്നു. അല്ലയോ ദേവി, അല്പം പോലും ദുഃഖം ഇതിന് വേണ്ട, അല്പം പോലും പരിഭ്രമവും ഇക്കാര്യത്തിൽ വേണ്ട. ഞാനിതാ ഉറപ്പായിട്ട് അമ്മയോട് പറയുകയാണ്, കാനനത്തിലേക്ക് രാമൻ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന്. അച്ഛന്റെ സത്യം സത്യമായി തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടി, അച്ഛനെ സത്യപ്രതിജ്ഞനാക്കി തീർക്കുന്നതിന് വേണ്ടി ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ അമ്മ തെല്ലും സംശയിക്കുക വേണ്ട. ഹിതേന ഗുരുണാപിത്ര കൃതജ്ഞേന നൃപേണ ച നീജ്യമാനോ വിശ്രദ്ധ കിംന കുര്യാമഹം പ്രിയം. അല്ലയോ അമ്മേ, അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാതിരിക്കുക? അച്ഛൻ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. അതെന്താണ് എന്നുള്ളത് തെല്ലുപോലും എനിക്ക് 2 പ്രാവശ്യം ചിന്തിക്കേണ്ടതായിട്ടില്ല. എന്തുകൊണ്ട്? അച്ഛൻ എനിക്ക് ഗുരുവാണ്. അങ്ങനെയുള്ള അച്ഛൻ എന്താണോ എന്നോട് കൽപ്പിക്കുന്നത്, അദ്ദേഹം കൃതജ്ഞനാണ്. അതേപോലെ തന്നെ അദ്ദേഹം നൃപനാണ്, രാജാവാണ്, പിതാവാണ്, രാജാവാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഗുരുവാണ്. അങ്ങനെയുള്ള അച്ഛൻ അങ്ങേറ്റം ഹിതകാരിയായിട്ട് പെരുമാറുന്നയാളാണ് അദ്ദേഹം. അനിഷ്ടമായിട്ട് ഒരിക്കലും എന്നോടൊന്നല്ല ആരോടും അദ്ദേഹം പെരുമാറിയിട്ടില്ല. അങ്ങനെയുള്ള പിതാവ് എന്നെ നിയോഗിച്ചാൽ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട്, എങ്കിൽ പിന്നെ രണ്ടാമതൊരാലോചന എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യാതൊരു പരിഭ്രമവും എനിക്കില്ല. അങ്ങേയറ്റം തെളിഞ്ഞ മനസ്സോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞയെ ഞാൻ അനുസരിച്ചിരിക്കും. അതെന്തു തന്നെയായാലും ഞാൻ അനുസരിച്ചിരിക്കും. അല്ലയോ അമ്മേ, എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു വേദനയാണുള്ളത്. അതെന്റെ മനസ്സിനെ ആകെ ദഹിപ്പിക്കുന്നു. എന്താ അത്? സ്വയം യത്രാഹമാം രാജ ഭരതസ്യാഭിഷേചനം. മഹാരാജാവ് നേരിട്ട് എന്നോട് ഇത് പറഞ്ഞില്ല. ഭരതനെ അഭിഷേകം കഴിക്കണമെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഞാൻ കാനനത്തിലേക്ക് പോകണമെന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഇത് പറയുന്ന കാര്യത്തില് തെല്ലുപോലും ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു, പരിഭ്രമത്തിന്റെ കാര്യമില്ലായിരുന്നു. എന്നോടുള്ള വാത്സല്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്നുമുണ്ട്. അതിനൊരു കുറവുമില്ല. അദ്ദേഹത്തിന് എന്നോട് ആജ്ഞാപിക്കാം കാട്ടിലേക്ക് പോകാൻ, ഭരതനെ രാജാവാക്കാൻ. അദ്ദേഹത്തിന് ആജ്ഞാപിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതെന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അതാണ് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. സ്വയം എന്നാഹമാം രാജ ഭരതസ്യ അഭിഷേചനം. ഇതാണ് രാമന്റെ ദുഃഖം. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല നേരിട്ട്? രാമന്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് മടിക്കുന്നു? അതിന്റെ ആവശ്യമേ ഇല്ല. അഹം ഹി സീതാം രാജ്യം ച പ്രാണാൻ ഇഷ്ടാൻ ധനാനി ച. അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. സീതയെ ഉപേക്ഷിക്കും, രാജ്യത്തെ ഉപേക്ഷിക്കും, പ്രാണങ്ങളെ ഉപേക്ഷിക്കും. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സകല വസ്തുക്കളെയും ഉപേക്ഷിക്കും, ധനത്തെ ഉപേക്ഷിക്കും, സമ്പത്തുകളെ ഉപേക്ഷിക്കും. എന്ത് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും. പിന്നെ അദ്ദേഹം ഇക്കാര്യത്തില് ഇത് എന്നോട് പറയാൻ യാതൊരു പരിഭ്രമവും അദ്ദേഹം അനുഭവിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലയോ അമ്മേ,
അച്ഛനെ അമ്മ ആശ്വസിപ്പിക്കണം. അച്ഛൻ ആകെ ദുഃഖിതനായിട്ട് വസുധാസക്ത നയനോ മന്ദമശ്രൂണി മുഞ്ചതി. അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തി നോക്കാതെ, എന്റെ നേരെ നോക്കാതെ ഭൂമിയിൽ നോക്കിയിരിക്കുകയാണ്, തല കുനിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം കണ്ണിൽ നിന്ന് കണ്ണുനീര് നിരന്തരം പ്രവഹിപ്പിച്ചുകൊണ്ടുമിരിക്കുന്നു. അദ്ദേഹം കരയുന്നു. അദ്ദേഹം കരയേണ്ട കാര്യമില്ല. അദ്ദേഹം സന്തോഷത്തോടുകൂടി എന്നോട് ആജ്ഞാപിക്കേണ്ടതാണിത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യം അമ്മ എന്നോട് പറഞ്ഞല്ലോ. ഞാനിതാ അതേ പ്രകാരത്തില് അനുസരിക്കുന്നു. അമ്മേ, ഒരു കാര്യം ചെയ്യണം. ഗച്ഛന്തു ചെയ്വ ആനയിത്തും ദൂത ശീഘ്രജവൈഹൈഹി. ഉടനെ തന്നെ കേകയത്തിലേക്ക് ദൂതന്മാർ പോകണം. അല്പം പോലും വൈകിക്കാൻ പാടില്ല. വളരെ വേഗത്തിൽ പായുന്നതായ കുതിരപ്പുറത്ത് കേകയത്തിലേക്ക് ഇവിടെ നിന്ന് അയോധ്യയിൽ നിന്നിട്ട് സന്ദേശവാഹകന്മാർ പോകണം. എന്തിനു വേണ്ടിയിട്ട്? ഭരതം മാതുലകുലാത് അദ്യൈവ നൃപശാസനാത്. മഹാരാജാവിന്റെ കൽപ്പനയനുസരിച്ച് മാതുലകുലത്തിൽ നിന്ന്, അമ്മാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭരതനെ ഇവിടേക്ക്, ഈ അയോധ്യയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി ഉടനെ തന്നെ കാലം വഹിക്കാതെ തന്നെ ദൂതന്മാർ പുറപ്പെടട്ടെ. ഞാനും ദണ്ഡകാരണ്യം യേശോഹം ഗച്ഛാമ്യേവ സത്വര. ഈ ഞാൻ ഉടനെ തന്നെ തെലുപോലും വൈകിക്കാതെ ദണ്ഡകാരണ്യത്തിലേക്ക് ഇതാ പുറപ്പെടുന്നു. വളരെ കൃത്യമായ മറുപടിയാണ് രാമന്റേത്. ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. രാമന് 2 തവണ ആലോചിക്കേണ്ട കാര്യമേയില്ല. രാമൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലയോ അമ്മേ, ഞാൻ ഇതാ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അച്ഛനെയും അമ്മയും നമസ്കരിച്ച് പുറപ്പെടാൻ തുടങ്ങുകയാണ്. രാമന്റെ ഈ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാഹൃഷ്ട തസ്യ തദ്വാക്യം ശ്രുത്വ രാമസ്യ കൈകൈ. രാമന്റെ ആ വാക്യത്തെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കൈകൈ കേട്ടത്. കൈകൈയുടെ വലിയ പരിഭ്രമം അതായിരുന്നു. രാമൻ എതിർക്കുമോ? ലോകത്തിൽ ഏതൊരു മനുഷ്യനായാലും ആ ആവശ്യത്തെ നിരാകരിക്കും. അതായിരുന്നു കൈകൈ ഭയം തരുന്നത്. ഇപ്പോഴിതാ രാമൻ സന്തോഷത്തോടു കൂടിയിട്ട് ആ 2 വരങ്ങളെ നടപ്പിലാക്കാൻ തുടങ്ങുന്നു. കൈകൈ സന്തോഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? രാമൻ ഇതാ നേരം പുലരാൻ പോകുന്നു. അതുവരെ ഇവിടെ നിൽക്കാൻ പാടില്ല. രാമൻ എത്രയും വേഗം പോകണം. നാട്ടുകാര് ഈ വൃത്താന്തം അറിയുന്നതിന് മുമ്പേ രാമൻ പുറപ്പെടണം. നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കലാപങ്ങൾ ഉണ്ടാകും. രാമന് പോകാൻ അനുവദിക്കില്ല. എന്ന് വന്നാൽ തന്റെ ആഗ്രഹം വിഫലമായി പോകും. അതുകൊണ്ട് ഉടനെ തന്നെ പുറപ്പെടാൻ കൈകേയി തിടുക്കം കൂട്ടുകയാണ്. ത്വരയാമാസരാഘവം. വളരെ വേഗത്തിൽ പുറപ്പെടാനായിട്ട് രാമനെ തിടുക്കം കൂട്ടി പ്രേരിപ്പിക്കുകയാണ്. കൈകേയി പറഞ്ഞു, ഏവം ഭവതു യാസ്യന്തി ദൂത ശീഘ്രജവൈഹൈഹി. അങ്ങനെ തന്നെ ആകട്ടെ. ഉടനെ തന്നെ അയോധ്യയിൽ നിന്നിട്ട് വളരെ വേഗത്തിൽ ഓടുന്ന കുതിരകളുടെ പുറത്ത് ദൂതന്മാരെ കേകയത്തേക്ക് പോകും. എന്നതിനു വേണ്ടിയിട്ട് ഭരതനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തവത്വഹം ക്ഷമം മന്യേ നോത്സുകസ്യ വിളംബനം. പക്ഷേ ഇക്കാര്യമാണ് വളരെ പ്രധാനം. നീ കാനനത്തിലേക്ക് പോകാൻ ഔത്സുക്യത്തോടുകൂടി നിൽക്കുകയാണ്. നിന്റെ ഔത്സുക്യത്തെ, കാനനവാസ അനുഭവത്തിലുള്ളതായ ഔത്സുക്യത്തെ നീ പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള നീ ഇനി തെല്ലുപോലും നിമിഷം ഇവിടെ നിന്ന് വൈകിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം പുറപ്പെടാം എന്ന് കൈകേയി നേരിട്ട് രാമനോട് ആവശ്യപ്പെടുകയാണ്. വിളംബനം, കാലതാമസം വരുത്താൻ പാടില്ല. അതുകൊണ്ട് ശീഘ്രം വനം തും ഗന്തുമർഹസി. അല്ലയോ രാമ, നീ വളരെ വേഗത്തില് ഇവിടെ നിന്ന് വനത്തിലേക്ക് പോകണം. ഭരതൻ വന്നുകൊള്ളും. ഭരതനെ വിളിച്ചു കൊണ്ടുവരാൻ ആളുകൾ പോവുകയും ചെയ്യും. അത് നീ അന്വേഷിച്ച്
നിൽക്കേണ്ട കാര്യമില്ല എന്ന് കൈകേയി പറഞ്ഞതിനർത്ഥം എത്രയും വേഗം നീ കാനനത്തിലേക്ക് പോകണം. ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ കൈകേയിയോട് പറഞ്ഞു, അല്ലയോ അമ്മേ, ഞാനിതാ പുറപ്പെട്ടു എന്ന്. അങ്ങനെ രാമൻ പറഞ്ഞു പുറപ്പെടാൻ തുടങ്ങുമ്പോ കൈകേയി ഒന്നുകൂടി രാമനെ കേൾപ്പിച്ചു, അല്ലയോ രാമ, യാവത്വം ന വനം യാതഃ പുരാ തസ്മാത് അതിത്വരം പിതാ താവന്നതേ രാമ സ്നാസ്യതേ ഭോക്ഷ്യതേ വിവ. അല്ലയോ രാമ, നീ ഇവിടെ നിന്നിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയും വേഗത്തിൽ കാട്ടിൽ എത്തിച്ചേരുകയും ചെയ്താൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുള്ളൂ, നിന്റെ പിതാവ്. നീ കാനനത്തിലേക്ക് പുറപ്പെടുന്നതുവരെ, കാട്ടിൽ എത്തിച്ചേരുന്നതുവരെ നിന്റെ അച്ഛൻ കുളിക്കുകയുമില്ല, ഭക്ഷണം കഴിക്കുകയുമില്ല. അപ്പോ നിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കണം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം നീ ഈ അയോധ്യയിൽ നിന്ന് പുറത്തു പോകണം, കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കണം എന്നുകൂടി പറഞ്ഞു.